Hi all, welcome back to another session of Hydraulics. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം അടുത്ത ആഴ്ച 18 തൊട്ട് നിങ്ങളുടെ 4th സെമസ്റ്റർ എക്സാംസ് തുടങ്ങുകയാണ്. എക്സാമിന് മുൻപ് ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ, നമ്മൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ച് ഒരു റിവിഷനും അതുപോലെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഒരു ഡിസ്കഷനും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞ് അതിനെ സോൾവ് ചെയ്യുക എന്നല്ല. ഇത് ആക്ച്വലി ഒരു അനാലിസിസ് ആണ്. നമ്മൾ കഴിഞ്ഞ ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഓരോ മൊഡ്യൂളിൽ ക്വസ്റ്റ്യൻസ് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ പാർട്സിൽ. ഇപ്പൊ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്, അല്ലാതെ അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അല്ല. അതിന്റെ കൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ചൊരു ക്വിക്ക് റിവിഷൻ. സോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുക. സോ നമുക്കൊരു ക്വിക്ക് റിവിഷൻ തൊട്ട് ആരംഭിക്കാം. സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് അറിയാം, ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഹൈഡ്രോളിക്സ് എന്ന സബ്ജക്ട് എന്താണെന്ന് കാണുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലാണ്. സോ അതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്. അതിൽ ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടിയാണ് ലിക്വിഡ് പ്രഷർ. ആ ലിക്വിഡ് പ്രഷർ എങ്ങനെ മെഷർ ചെയ്യാം, അതിന്റെ കുറെ മെഷർമെന്റ് ഡിവൈസസ് പഠിച്ചിട്ടുണ്ട്. ദെൻ we learned about an principle, Bernoulli's principle. അത് നമുക്കറിയാം ഹൈഡ്രോളിക്സിൽ എൻറ്റയർ ഹൈഡ്രോളിക്സിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. അതിന്റെ ഡെറിവേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ 3 ആപ്ലിക്കേഷൻസ്, നെയ്മലി വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ, പിറ്റോട്ടോ. ഇതിന്റെ 3ന്റെയും പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. സോ കുറച്ച് തിയറട്ടിക്കൽ പോർഷൻ ഉണ്ട്, കുറച്ച് ഡെറിവേഷൻസ് ഉണ്ട്, കുറെ ഇക്വേഷൻസ് ഉണ്ട്, കുറെ പ്രോബ്ലംസ് ഉണ്ട്. സോ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. സോ ഈ മൊഡ്യൂൾ പഠിക്കുമ്പോൾ വളരെ സെലക്റ്റീവ് ആയിട്ട് നമ്മൾ പഠിക്കണം. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ കമ്പയർ ചെയ്തിട്ട് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നൊരു ഐഡിയ നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. സോ മൊഡ്യൂൾ 1 ആദ്യം നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് ആണ്. ഏകദേശം 8-9 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഓരോ പ്രോപ്പർട്ടീസിന്റെ ഡെഫിനിഷൻ, അതിന്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് നമ്മുടെ സ്ലൈഡുകളിൽ കണ്ടതാണ്. സോ നിങ്ങളോട് ആ പ്രോപ്പർട്ടീസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ഡെഫിനിഷൻ എഴുതണം. അതുപോലെ അതിന്റെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഇക്വേഷനും കൂടെ എഴുതിയാലും നിങ്ങൾക്ക് ആ ഒരു പോർഷന്റെ വരുന്ന മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഏകദേശം 10ഓളം പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കും. നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് പ്രോപ്പർട്ടീസ്. സോ പ്രോപ്പർട്ടീസ് ജസ്റ്റ് പഠിച്ചിട്ട് പോവുക. ദെൻ പ്രഷർ. നിങ്ങൾക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അത് ലിക്വിഡിൽ പ്രഷർ ആക്ട് ചെയ്തതിന് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയും. ആ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന തിയറിയാണ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ നിങ്ങൾ പലതവണ കേട്ടതാണ്. ഒരു പോയിന്റിൽ എല്ലാ സൈഡിൽ നിന്നും ഈക്വൽ ആയിട്ട് പ്രഷർ ആക്ട് ചെയ്യും, അല്ലെ? Pressure or intensity of pressure at a point in a static fluid is equal in all directions. So Pascal's law വെച്ചാണ് നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പ്രഷറിനെ 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു പറഞ്ഞു. ഒന്ന് പ്രഷർ ഇന്റൻസിറ്റി. പ്രഷർ ഇന്റൻസിറ്റിന്റെ യൂണിറ്റ് യൂഷ്വലി നമ്മുടെ പ്രഷറിന്റെ യൂണിറ്റ് തന്നെയാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ എന്നൊക്കെ പറയുന്ന യൂണിറ്റ്. സോ അതിന്റെ ഇക്വേഷൻ എച്ച് റോ ജി അല്ലെങ്കിൽ റോ ജി സെഡ് എന്ന് പറയും. റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, G is the acceleration due to gravity, Z is the distance of the point from the top surface. So H rho G അല്ലെങ്കിൽ rho G Z എന്ന് പറയുന്ന ഇക്വേഷൻ ഉദ്ദേശിക്കുന്ന പ്രഷർ ഇന്റൻസിറ്റി ആണ്. Whereas P by rho G അല്ലെങ്കിൽ P by W എന്ന് പറയുന്നത് പ്രഷർ ഹെഡ് ആണ്. സോ പ്രഷർ ഹെഡ് നമുക്ക് ഏത് ലിക്വിഡിന്റെ ടേംസിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ പറയാം, പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് മെർക്കുറി പറയാം. നിങ്ങളോട് പ്രഷർ ഹെഡ്, പ്രഷർ ഇന്റൻസിറ്റി ഈ 2 സാധനങ്ങളും മാറി മാറി ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. പ്രഷർ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് പാസ്കൽ യൂണിറ്റിലായിരിക്കും അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ യൂണിറ്റിലായിരിക്കും. പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ മീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ mm ഓഫ് സം ലിക്വിഡ് ആ യൂണിറ്റിലായിരിക്കും. സോ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ കാര്യം പറഞ്ഞു. അറ്റ്മോസ്ഫിയറിക് പ്രഷർ സ്റ്റാൻഡേർഡ് ഇവിടെ നിങ്ങൾക്ക് കാണാം, പല യൂണിറ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ 1 bar എന്ന് പറഞ്ഞാൽ 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സോ അതേതാണ് യൂണിറ്റ്? പ്രഷർ ഇന്റൻസിറ്റി ആണ്. സോ 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ 101.3 കിലോ പാസ്കൽ എന്ന് പറയുന്നത് പ്രഷർ ഇന്റൻസിറ്റി ആണ്. വേറാസ് ഇവിടെ 760 mm ഓഫ് മെർക്കുറി, മെർക്കുറിയുടെ ടേംസിലുള്ളത്. അതുപോലെ 10.3 mm ഓഫ് വാട്ടറിന്റെ ടേംസിലുള്ളത്. ഇത് രണ്ടും പ്രഷർ ഹെഡ് ആണ്. സോ ഈ 2 രീതിയിൽ നമുക്ക് പ്രഷറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി പ്രഷർ റെപ്രസെന്റ് ചെയ്യുന്ന സ്കെയിലുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷർ, അബ്സല്യൂട്ട് സീറോ പ്രഷർ. സോ അബ്സല്യൂട്ട് പ്രഷർ, വാക്വം പ്രഷർ, ഗേജ് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇങ്ങനെ നമ്മൾ പ്രഷറിന്റെ വേരിയസ്
ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ ഈ ഗ്രാഫ് നിങ്ങൾ പഠിക്കുക, അതുപോലെ ഓരോന്നിന്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരുന്നു, അതും പഠിക്കുക, ഈ ഇക്വേഷൻസും പഠിക്കുക. സോ എങ്ങനെയാണ് നിങ്ങൾ അബ്സല്യൂട്ട് പ്രഷർ കണ്ടുപിടിക്കുക, എങ്ങനെയാണ് വാക്യൂം പ്രഷർ കണ്ടുപിടിക്കുക, ജസ്റ്റ് ഈ ഒരു ചിത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ, വൃത്തിയായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണത്. സോ അതാണ് ആദ്യത്തെ പോർഷനുകളിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് പ്രഷർ മെഷറിംഗ് ഡിവൈസസ് ആണ്. സോ പ്രഷർ മെഷറിംഗ് ഡിവൈസസിന്റെ ക്ലാസിഫിക്കേഷൻ. സോ ഈ ലിസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. സിമ്പിൾ മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ, മെക്കാനിക്കൽ ഗേജസ്. സോ ഈ മെക്കാനിക്കൽ ഗേജസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നില്ല എങ്കിലും ഈ ഒരു റീജിയൻ സിമ്പിൾ മാനോമീറ്ററും ഡിഫറൻഷ്യൽ മാനോമീറ്ററും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആ ഓരോ ഡിസ്കഷനും നമ്മൾ കണ്ടതാണ്. എന്താണ് പീസോമീറ്റർ, പീസോമീറ്ററിന്റെ ഇക്വേഷൻ, എന്താണ് യൂട്യൂബ് മാനോമീറ്റർ, യൂട്യൂബ് മാനോമീറ്ററിൽ എങ്ങനെയാണ് പ്രഷർ മെഷർ ചെയ്യുക. സോ പ്രഷർ മെഷർമെന്റിന്റെ പ്രോബ്ലം ഉണ്ട്. ഇവിടെ നമുക്കറിയാം യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ യൂട്യൂബ് മാനോമീറ്ററിൽ ഒരു അഡീഷണൽ ലിക്വിഡ് ഉണ്ടാവും. ആ ലിക്വിഡ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രഷർ മെഷർ ചെയ്യുക. സോ അതിന് നമ്മളൊരു ഡാറ്റം കൺസിഡർ ചെയ്യണം, രണ്ട് ലിംബായിട്ട് എടുക്കണം. സോ ഇതാണ് ലെഫ്റ്റ് ലിംബ്, ഇതാണ് റൈറ്റ് ലിംബ്. സോ ലെഫ്റ്റ് ലിംബിലെ പ്രഷർ എബവ് ഡാറ്റം, റൈറ്റ് ലിംബിലെ പ്രഷർ എബവ് ഡാറ്റം, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രഷർ കിട്ടും. സോ അങ്ങനെയാണ് നമ്മൾ പ്രഷർ എല്ലാ മാനോമീറ്റേഴ്സിലും കാൽക്കുലേറ്റ് ചെയ്തത്. സോ നമ്മൾ അതിന് പല ക്ലാസിഫിക്കേഷൻ പഠിച്ചു. സിംഗിൾ കോളം മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ. സോ ഡിഫറൻഷ്യൽ മാനോമീറ്റർ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുക പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാനാണ്. രണ്ട് ലിക്വിഡ് ഉണ്ടെങ്കിൽ, രണ്ട് പൈപ്പിൽ കൂടെ രണ്ട് ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാനാണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ മെഷർ പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് പ്രഷർ. സോ ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ നമ്മൾ കണ്ടു. ആഫ്റ്റർ ദാറ്റ്, സോ ഇതാണ് നമ്മൾ പ്രഷർ മെഷറിംഗ് ഡിവൈസസ്. പ്രഷർ മെഷറിംഗ് ഡിവൈസസ് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസസ് ആണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സർഫസ് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ആ സർഫസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്, ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്നാണ്. അതാണ് ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് ഡെഫിനേഷൻ നിങ്ങൾക്കാണ്, ടോട്ടൽ പ്രഷർ, സെന്റർ ഓഫ് പ്രഷർ. സോ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ആ സർഫസ് വെള്ളത്തിൽ സബ്മർജ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണ്, അതാണ് ടോട്ടൽ പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താ സെന്റർ ഓഫ് പ്രഷർ? ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ്. സോ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ്, ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് പ്രഷർ. സോ ഇതാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫസ് എന്നുള്ള എൻ്റയർ ഏരിയയിൽ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ടോട്ടൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം, സെന്റർ ഓഫ് പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം, ഓരോ ഡിഫറെന്റ് കേസസിൽ. അതൊരു ഡിഫറെന്റ് കേസസ് ആയിട്ട് നമ്മൾ ഡെറിവേഷൻ ചെയ്തു. ആ ഡെറിവേഷൻസ് വെച്ച് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. ആ ഇക്വേഷൻസ് വെച്ചുള്ള പ്രോബ്ലംസ് ചെയ്തിരുന്നു. സോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കേസസ് ഒന്നാമത് വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ ലിക്വിഡ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ ലിക്വിഡ്, ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് ഇമ്മേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. സോ മൂന്ന് കേസസിൽ നമ്മൾ ഇതുപോലെ ഇക്വേഷൻസ് കണ്ടുപിടിച്ചിരുന്നു. ടോട്ടൽ പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ρg AH ബാർ ആണ്. സെന്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ IG AH സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് H ബാർ. സോ ഇത് ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കണം, ഓരോന്നും എന്താണെന്ന് അറിയണം, എന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഈ ഒരു സമ്മറി പേജിൽ എല്ലാ ഇക്വേഷൻസും ഉണ്ട്. വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഇതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിന്റെ സെന്റർ ഓഫ് പ്രഷർ, ഇതാണ് ഫോർ ഹൊറിസോണ്ടൽ സെന്റർ ഓഫ് പ്രഷർ, ഇതാണ് വെർട്ടിക്കൽ സെന്റർ ഓഫ് പ്രഷർ, ഇതാണ്. സോ ടോട്ടൽ പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിക്കുക, ഓരോ കേസിലെയുള്ള സെന്റർ ഓഫ് പ്രഷറിന്റെ ടോട്ടൽ പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിക്കുക, അതുപോലെ ഓരോ കേസസിലുള്ള സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻസും ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനാണ്. ഓക്കെ, അതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ പിന്നെ ചെയ്തത്. സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട്, ഹൈഡ്രോസ്റ്റാറ്റിക്സ് എന്നുള്ള മൊഡ്യൂൾ 1ന്റെ പാർട്ട്. അടുത്തത് ഫ്ലോ ആണ്, ലിക്വിഡ് ഫ്ലോ എന്ന് പറഞ്ഞൊരു പാർട്ടാണ്. അവിടെ നമ്മൾ ആദ്യം പഠിച്ചത് ടൈപ്സ് ഓഫ് ഫ്ലോ ആണ്. ഈ ഒരു പോർഷന്റെ പ്രത്യേകത, ഇത് നേരെ 4th മൊഡ്യൂളിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട പോർഷൻ ആണ് ടൈപ്സ് ഓഫ് ഫ്ലോ. അതിൽ പല ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ, യൂണിഫോം ഫ്ലോ, നോൺ യൂണിഫോം ഫ്ലോ, കംപ്രസിബിൾ, ഇൻകംപ്രസിബിൾ, ലാമിനാർ, ടർബുലന്റ്, റൊട്ടേഷണൽ, റൊട്ടേഷണൽ, 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, എക്സെട്ര. സോ ഈ ടൈപ്സ് ഓഫ് ഫ്ലോ നമുക്ക് 2 മൊഡ്യൂളിൽ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ഇനി നമ്മൾ റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ്, നിങ്ങൾക്കറിയാം ഈ എൻ്റയർ ഹൈഡ്രോളിക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന ഫാക്ടറാണ് Q. സോ എന്താണ് Q എന്ന് കണ്ടു, ഡിസ്ചാർജ്. ഡിസ്ചാർജ് ഈസ് നത്തിങ് ബട്ട് വോളിയം ബൈ ടൈം. അത് റെപ്രസെന്റ് ചെയ്യുക ഏരിയ ഇൻറ്റു V എന്നുള്ള ഇക്വേഷനിലാണ്. സോ ഈ ഇക്വേഷൻ നമ്മൾ പല സ്ഥലത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇത് വെച്ചുള്ള ഒരു തിയറമാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. സോ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പൈപ്പിന്റെ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും 2 സെക്ഷൻ നിങ്ങൾ എടുക്കുന്നു. ആ 2 സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഡിസ്ചാർജ് എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലെ. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം സെക്ഷൻ 1 1, സെക്ഷൻ 2 2,
Q1 is equal to Q2, A1 V1 is equal to A2 V2. ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഞാൻ പറഞ്ഞു ഇതൊരു ക്വിക്ക് റിവിഷൻ ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളും നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണെന്ന് അറിയണം, ആ ഇക്വേഷൻ നമുക്കറിയണം, സ്റ്റേറ്റ്മെന്റ് അറിയണം, ഇക്വേഷൻ അറിയണം. ഓക്കെ, സോ അതിന്റെ ഡെറിവേഷൻ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. സോ ഏറ്റവും എളുപ്പമുള്ള പ്രോബ്ലംസ് ആണിത്. 2 സെക്ഷൻ തന്നിട്ട് A1 V1 A2 V2 4 ക്വാണ്ടിറ്റിയാണ് നമുക്കുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെന്ന് പറയും, നമ്മൾ ആ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, A1 V1 is equal to A2 V2 ചെയ്താൽ മതി. മിസ്സിംഗ് ആയിട്ടുള്ള അതിൽ നിന്ന് കണ്ടുപിടിക്കാം. നെക്സ്റ്റ്, എനർജി ഓഫ് ഫ്ലോയിങ് ലിക്വിഡ്. സോ നമ്മളിപ്പോ പറഞ്ഞ ഡിസ്ചാർജ് ആണ്. ആ കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് തിയറിയാണ് ബെർണൌളീസ് തിയറം. സോ ബെർണൌളീസ് തിയറം എനർജി ഇക്വേഷൻ ആണ്. ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന് എനർജി ഉണ്ട്. ആ എനർജീനെ നമ്മൾ പല രീതിയിലാണ് കാണുക. ഒന്നാമത് പ്രഷർ എനർജി. ഇറ്റ് ഈസ് ദ എനർജി പോസസ്ഡ് ബൈ ദ ലിക്വിഡ് ബൈ വെർച്വൽ ഓഫ് ഇറ്റ്സ് എക്സിസ്റ്റിംഗ് പ്രഷർ. ആ ലിക്വിഡിന്റെ പ്രഷർ കൊണ്ടുണ്ടാവുന്ന എനർജി, അതാണ് പ്രഷർ എനർജി. അടുത്ത കൈനറ്റിക് എനർജി. സോ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി കൊണ്ടുണ്ടാവുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. ഇനി പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു ഡാറ്റത്തിൽ നിന്ന് അത് എത്ര ഹൈറ്റിലാണ് എന്നുള്ളതിനെ ബേസ് ചെയ്താണ് പൊട്ടൻഷ്യൽ എനർജി വരിക. സോ 3 എനർജി ആണുള്ളത്. ഇത് 3ഉം കൂടെ കൂടുന്ന എനർജിക്കാണ് നമ്മൾ ടോട്ടൽ എനർജി എന്ന് പറയാം. സോ ഈ എനർജി 2 രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. നമ്മൾ നേരത്തെ പ്രഷറിന്റെ കാര്യം പറഞ്ഞു. പ്രഷർ ഇന്റൻസിറ്റി ആയിട്ടും പ്രഷർ ഹെഡ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യുമെന്ന് പറയുന്ന പോലെ ലിക്വിഡിന്റെ എനർജി നമ്മൾ 2 രീതിയിൽ പറയാറുണ്ട്. ഒന്ന് എനർജി ടേംസിൽ തന്നെ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ് P/ρ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പ്രഷർ ഹെഡ് ആയിട്ടും മെഷർ ചെയ്യുന്നുണ്ട്. സോ എനർജി നമ്മൾ ടോട്ടൽ ഹെഡ് ആയിട്ടും ടോട്ടൽ എനർജി ആയിട്ടും പറയും. സോ പ്രഷർ എനർജി പ്രഷർ ഹെഡ് ഉണ്ട്, കൈനറ്റിക് എനർജി കൈനറ്റിക് ഹെഡ് ഉണ്ട്, അതുപോലെ പൊട്ടൻഷ്യൽ എനർജി പൊട്ടൻഷ്യൽ ഹെഡ് ഉണ്ട്. ഈ പൊട്ടൻഷ്യൽ ഹെഡിനെ നമ്മൾ ഡാറ്റം ഹെഡും എന്നും വിളിക്കാറുണ്ട്. സോ ഇതാണ് 3 എനർജി. സോ ബെർണൌളീസ് തിയറം എന്താ പറയുന്നത്, ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൽ കുറെ അസംഷൻസ് ഉണ്ട്. സോ ഈ അസംഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ജസ്റ്റ് 5 കാര്യങ്ങളേ ഉള്ളൂ. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. സോ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഒരു സെക്ഷനും 2 സെക്ഷൻസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ 2 സെക്ഷനിലെയും ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവും. ഇവിടെ P1/ρg. P1/ρg എന്ന് പറയുന്നതാണ് എന്ത്, പ്രഷർ ഹെഡ്. V1/2g എന്ന് പറഞ്ഞാൽ V1/2g എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഹെഡ്. Z1 എന്ന് പറഞ്ഞാൽ ഡാറ്റം ഹെഡ്. സോ P/ρg V2/2g Z1. ഇത് ഒന്നാമത്തെ സെക്ഷനിലുള്ള ഹെഡുകൾ. P/ρg V2/2g Z2. ഇത് രണ്ടാമത്തെ സെക്ഷനിലുള്ള ഹെഡ്. സോ ഈ ടോട്ടൽ ഹെഡ് സെക്ഷൻ 1ലെയും സെക്ഷൻ 2ലെയും ഈക്വൽ ആണ്. അതാണ് എന്ത്, ബെർണൌളീസ് തിയറം. സോ ബെർണൌളീസ് തിയറത്തിന്റെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട്, ഇക്വേഷൻസ് ചോദിക്കാറുണ്ട്, പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, അസംഷൻസ് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ബെർണൌളീസ് തിയറം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലാസ്റ്റ് ആയിട്ട് ഈ മൊഡ്യൂളിൽ പഠിച്ചത് അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. സോ പ്രധാനമായിട്ടും 3 ആപ്ലിക്കേഷൻ ഉള്ളത്. ഒന്ന് വെഞ്ചുറി മീറ്റർ, ഒന്ന് ഒറിഫൈസ് മീറ്റർ, ഒന്ന് പിറ്റോട്ട്. ഇതിൽ വെഞ്ചുറി മീറ്ററും ഒറിഫൈസ് മീറ്ററും ഉപയോഗിക്കുന്നത് ഫ്ലോ മെഷർമെന്റിനാണ് നമുക്കറിയാം. വേറാസ് പിറ്റോട്ട് ട്യൂബ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ. സോ ഇതിന്റെ ഡെറിവേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ യൂഷ്വലി ചോദിക്കാറുള്ളതാണ്, എക്സ്പ്ലെയിൻ ദ പാർട്സ് ഓഫ് വെഞ്ചുറി മീറ്റർ, ഹൗ യു മെഷർ റേറ്റ് ഓഫ് ഫ്ലോ യൂസിങ് വെഞ്ചുറി മീറ്റർ എന്നൊക്കെ. സോ വെഞ്ചുറി മീറ്റർ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ എക്സ്പ്രഷൻസ്. ആ എക്സ്പ്രഷൻസ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. സോ ആ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അഗൈൻ ഒറിഫൈസ് മീറ്റർ, ദെൻ ലാസ്റ്റ് വൺ ഈസ് പിറ്റോട്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇത് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. സോ ഇതിൽ എന്തൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് കഴിഞ്ഞ 8 ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സോ ഇവിടെ ഫസ്റ്റ് പാർട്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നവംബർ 2020 മുതൽ ഏപ്രിൽ 2017 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതില് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോ പറഞ്ഞ ഒരു ബ്രീഫ് സാധനം ഉണ്ടല്ലോ, ബ്രീഫ് റീക്യാപ്പിൽ പറഞ്ഞ എല്ലാ തിയറട്ടിക്കൽ പോർഷൻ. ഇപ്പം ഹൈഡ്രോളിക്സിന്റെ സബ്ജക്റ്റിന്റെ പ്രത്യേകത തിയറി പോർഷൻസ് ഉണ്ട്, പ്രോബ്ലമാറ്റിക് പോർഷൻ ഉണ്ട്. സോ ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ തിയറട്ടിക്കൽ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പലതവണയായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോർഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഡിഫൈൻ കംപ്രസിബിലിറ്റി, then define specific gravity and specific weight.
ഡിഫൈൻ സർഫസ് ടെൻഷൻ. നോക്കുക, ഇതൊക്കെ എന്താണ് ഇവിടെ നോക്കാം. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് സ്പെസിഫിക് വെയിറ്റ് പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കംപ്രസിബിലിറ്റി പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് ആണ്. സോ ജസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിങ്ങിൽ കുറെ ബോക്സ് ഒക്കെ വരച്ചിട്ട് ഓരോ 10 പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ആ 10 പ്രോപ്പർട്ടീസിന്റെ ഡെഫിനിഷൻ പഠിക്കാം. ഫോർ എക്സാമ്പിൾ, ഡെൻസിറ്റി or mass density of a liquid is the ratio of mass of liquid to its volume. So ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതണ്ടേ? ആദ്യം എന്താണ് ഡെൻസിറ്റി, അതിന്റെ ഡെഫിനിഷൻ ഈ പറഞ്ഞ പോലെ സെന്റൻസിൽ എഴുതുക, എന്നിട്ട് അതിന്റെ ഇക്വേഷൻ എഴുതാം. സോ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ലിക്വിഡ് ബൈ വോളിയം ഓഫ് ലിക്വിഡ്, എന്നിട്ട് അതിന്റെ SI യൂണിറ്റ് കൂടി എഴുതുക. സോ എപ്പോഴും എന്തെങ്കിലും ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലോയിന്റെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫുൾ ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് അതിന്റെ ഡെഫിനിഷൻ എഴുതുക, അതിലെന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ എഴുതുക, ആ ഇക്വേഷനിലെ ഓരോ സാധനത്തിനെയും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഇവിടെ കാണാം W = ρg. ഇപ്പൊ W എന്താന്ന് എഴുതാം, റോ എന്താന്ന് എഴുതാം, G എന്താന്ന് എഴുതാം. സോ ഇത്രയും കാര്യങ്ങൾ എഴുതി നിങ്ങൾക്ക് അതിന്റെ ഫുൾ ക്രെഡിറ്റ് കിട്ടും. അപ്പൊ പറഞ്ഞു വന്നത്, ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോർഷൻ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്. കാരണം എല്ലാ വർഷവും 2 മാർക്കിന് അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫ്ലോ നമ്മൾ പറഞ്ഞു, Q = AV ആണ്, അത് A1 V1 = A2 അതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ഫ്ലോ. കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് അത് റിഫൈസ് മീറ്ററിൽ വരുന്നുണ്ട്. സോ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആക്ച്വൽ ഡിസ്ചാർജ് ബൈ തിയറട്ടിക്കൽ ഡിസ്ചാർജ്. സോ അങ്ങനെയുള്ള സാധനങ്ങൾ. ഇനി ലാമിനാർ ഫ്ലോ, ടർബുലന്റ് ഫ്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈസ് ലാമിനാർ ഫ്ലോ ആൻഡ് വാട്ട് ഈസ് ടർബുലന്റ് ഫ്ലോ. ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ യൂണിഫോം ഫ്ലോ ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. കുറച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇവിടെ എവിടെയുണ്ട്, വൺസ് മോർ, ടൈപ്സ് ഓഫ് ഫ്ലോ. Explain types of flow of liquid. So explain types of flow of liquid, uniform flow, non-uniform flow, അതുപോലെ laminar flow, turbulent flow. ഇതൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞ് എല്ലാ പോർഷനിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇതെവിടെയാ വരുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ടൈപ്സ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞൊരു പോർഷൻ ഒരു 4 കാറ്റഗറി ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് സിമ്പിൾ കാര്യങ്ങളാണ്, അത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാം. So what is steady flow, what is unsteady flow, what is uniform flow, what is non-uniform flow, what is compressible flow, what is incompressible flow, what is laminar, what is turbulent. So ഈ കാര്യങ്ങൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് 4th മൊഡ്യൂളിൽ റിപ്പീറ്റ് ചെയ്യുന്ന പോർഷൻ ആണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ടൈപ്സ് ഓഫ് ഫ്ലോ പഠിക്കണം. ടൈപ്സ് ഓഫ് ഫ്ലോയും പ്രോപ്പർട്ടീസും നിങ്ങൾക്ക് പ്രോബ്ലംസ് പഠിക്കാൻ വളരെ ആയിട്ടുള്ളവർ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്ന പോർഷൻസ് ആണ്. സോ നിങ്ങൾക്കറിയാം, ഇക്വേഷൻ ഓർത്ത് പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവരും പാസ്സാവണമെങ്കിൽ തിയറട്ടിക്കൽ പോർഷൻ എല്ലാം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കും. തിയറി പഠിച്ചതുകൊണ്ട് മാത്രം പാസ്സാവണമെന്നില്ല, എന്നാലും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പ്രോബ്ലമാറ്റിക് പോർഷൻ ആണ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് എങ്കിൽ നിർബന്ധമായിട്ടും വരുന്ന തിയറട്ടിക്കൽ പോർഷൻസ് പഠിച്ചിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ പറഞ്ഞു. സോ ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ പറയാം. ഇവിടെ നിങ്ങൾക്ക് പിന്നെ കാണാം, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ. കണ്ടോ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അബ്സല്യൂട്ട് പ്രഷർ ആൻഡ് ഗേജ് പ്രഷർ. ഈ ക്വസ്റ്റ്യൻ പലതവണ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. സോ ഇത് 2 മാർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടു. ഇനി ഇവിടെ നോക്കുക, ഇതൊരു 6 മാർക്ക് ക്വസ്റ്റ്യൻ, സെക്കൻഡ് പാർട്ടിൽ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷർ ആൻഡ് അബ്സല്യൂട്ട് പ്രഷർ. കാൽക്കുലേറ്റ് ദ മെർക്കുറി കോളം ഈക്വലന്റ് ടു ഗേജ് പ്രഷർ ഓഫ് 150 kPa. Now ഇനിയും ആ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. Discuss atmospheric pressure, gauge pressure and absolute pressure. State the relationship between them. So പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന സാധനമാണ് ഈ അബ്സല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ, അതുപോലെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇത് മൂന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് ഓൾറെഡി നമ്മൾ ജസ്റ്റ് റിവിഷൻ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു. സോ പ്രഷർ നമ്മൾ 3 ഡിഫറെന്റ് സ്കെയിൽസിലാണ് മെഷർ ചെയ്യുക. ആ സ്കെയിൽസ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫിഗർ പറഞ്ഞു. ആ ഫിഗർ വെച്ച് 2 ഇക്വേഷൻസ് പറഞ്ഞു. സോ ഇതായിരുന്നു നമ്മുടെ ഫിഗർ. സോ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ഇക്വേഷൻസ് എഴുതിയാൽ മതി. ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചിത്രം വരയ്ക്കാം. സോ അബ്സല്യൂട്ട് സീറോ പ്രഷർ ഇത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇത്. നമുക്കറിയാം ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ബേസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്ന പ്രഷറാണ്. സോ നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്.
സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് ഇവിടെ 0. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്ന് മെഷർ ചെയ്യുന്ന വാല്യൂസ് ആണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവ് ഗേജ് പ്രഷർ ആണ്. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കുറവാണെങ്കിൽ അത് വാക്വം പ്രഷർ ആണെന്ന് നമുക്കറിയാം. ഇനി അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാലോ ആക്ച്വൽ 0. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 101 കിലോ പാസ്കൽ ആണ്. അത് 0 ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് ഗേജ് പ്രഷർ അല്ലെങ്കിൽ വാക്വം പ്രഷർ മെഷർ ചെയ്യാം. മനസ്സിലായോ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ 0 ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഗേജ് പ്രഷറും വാക്വം പ്രഷറും മെഷർ ചെയ്യാം. ഇനി അതല്ല ആക്ച്വൽ 0 പ്രഷർ, അതായത് 0 കിലോ പാസ്കൽ ആണ് നമ്മുടെ സ്കെയിലായിട്ട് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മെഷർ ചെയ്യുന്ന പ്രഷറാണ് അബ്സല്യൂട്ട് പ്രഷർ. സോ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഗേജ് പ്രഷർ ആഡ് ചെയ്താൽ അബ്സല്യൂട്ട് പ്രഷർ കിട്ടും. ഇനി വാക്വം പ്രഷർ ആണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൈനസ് അബ്സല്യൂട്ട് പ്രഷർ. സോ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ദീസ് പ്രഷേഴ്സ്. ഡെഫിനിഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗേജ് പ്രഷർ എന്താണ്, വാക്വം പ്രഷർ എന്താണ്, അബ്സല്യൂട്ട് പ്രഷർ എന്താണ്. സോ ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോബ്ലംസ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നിർബന്ധമായിട്ടും ഈ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. സോ എന്താണ് 3 types ഓഫ് പ്രഷർ എന്നുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കും. ഇനി പാസ്കൽസ് ലോ, പാസ്കൽസ് ലോ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ പാസ്കൽസ് ലോ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആണ്. ഒരു ലിക്വിഡിന്റെ എല്ലാ പാർട്ടിൽ നിന്നും സെയിം പ്രഷർ ആയിരിക്കും അതിന്റെ പോയിന്റിൽ ആക്ട് ചെയ്യുക. സോ അതിന്റെ ചിത്രം നിങ്ങൾ കണ്ടിരുന്നു. പാസ്കൽസ് ലോ എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ആ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് പഠിക്കുക. എന്താണ് പാസ്കൽസ് ലോന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഇത്രയും കാര്യങ്ങൾ എഴുതി നിങ്ങൾക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. സോ പാസ്കൽസ് ലോ കൂടെ പഠിക്കാം. Px = Py = Pz. ഈ ഒരു ചിത്രം വരയ്ക്കാം. എന്നുവെച്ചാൽ ഗ്ലാസ് വരയ്ക്കണമെന്നല്ല, ഒരു വാട്ടർ ബോഡി വരച്ചിട്ട് അതിൻ്റെ അകത്തൊരു ട്യൂബ് വരച്ചിട്ട് 3 സൈഡിൽ നിന്ന് പ്രഷർ ആക്ട് ചെയ്ത് കാണിക്കുക, എന്നിട്ട് അത് വരയ്ക്കുക. സോ ഇതാണ് തിയറട്ടിക്കൽ പോർഷൻസ് മേജർ ആയിട്ടുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് എന്തായാലും പഠിക്കണം, അതുപോലെ ടൈപ്സ് ഓഫ് ഫ്ലോ പഠിക്കണം, അബ്സല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇതിന്റെ കാൽക്കുലേഷൻസ് പഠിക്കണം. ദെൻ പിന്നെ ഉള്ളത് ചെറിയ ചെറിയ പോർഷൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. നമ്മുടെ ടൈപ്സ് ഓഫ് പ്രഷർ മെഷറിംഗ് ഡിവൈസസ്, അതുപോലെ ടൈപ്സ് ഓഫ് എനർജി ഇൻ ലിക്വിഡ് മോഷൻ. ടൈപ്സ് ഓഫ് എനർജി അതൊക്കെയായിരുന്നു, പ്രഷർ എനർജി, അതുപോലെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ വെലോസിറ്റി എനർജി അല്ലെ. ലാസ്റ്റ് വൺ ഡാറ്റം ഹെഡ്, ഡാറ്റം ഹെഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഹെഡ്. സോ ഇത്രയും കാര്യങ്ങളാണ് എനർജി ഉള്ളത്. അതിന്റെ റിലേഷൻ എന്താണ്, P/ρg, V²/2g, then Z. ഇത്രയും കാര്യങ്ങളാണ് തിയറട്ടിക്കൽ പോർഷൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലംസിലോട്ട് വരാം. സോ 6 മാർക്ക് ക്വസ്റ്റ്യനിൽ സാധാരണയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രഷർ മെഷർമെന്റ് ഡിവൈസസിലുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. പ്രഷർ മെഷർമെന്റ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് മാനോമീറ്റർ ഉണ്ട്, പീസോമീറ്റർ ഉണ്ട്, അങ്ങനെ ജസ്റ്റ് നമ്മൾ റൈറ്റ് ലിംബ് ലെഫ്റ്റ് ലിംബ് പരിപാടി ചെയ്തില്ലേ. സോ ആ ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇവിടെ വരിക. നിങ്ങൾക്ക് കാണാം ഇവിടെ റൈറ്റ് ലിംബ് ഓഫ് യൂട്യൂബ് മാനോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. Then again circular differential യൂട്യൂബ് മാനോമീറ്റർ കണക്ട്സ് ടു പ്രഷർ പൈപ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 4-5 സ്റ്റെപ്പിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന യൂട്യൂബ് മാനോമീറ്ററിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ യൂട്യൂബ് മാനോമീറ്ററിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ടൊന്നുമില്ല. വാട്ട് യു ഹാവ് ടു ഡു, ജസ്റ്റ് അതിന്റെ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ റൈറ്റ് ലിംബ് ഓഫ് യൂട്യൂബ് മാനോമീറ്റർ കണ്ടെയ്നിങ് മെർക്കുറി ഈസ് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. സോ ഇത് ജസ്റ്റ് ഒരു യൂട്യൂബ് മാനോമീറ്റർ ആണ്, അതിൽ ഓരോ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. സോ ഈ ഓരോ സെന്റൻസ് വായിച്ചിട്ട് നിങ്ങൾ അതിന്റെ ചിത്രം വരയ്ക്കുക, എന്നിട്ട് ഒരു ഡാറ്റം കൺസിഡർ ചെയ്യുക. സോ ലെഫ്റ്റ് ലിംബ് റൈറ്റ് ലിംബ് എടുക്കുക, പ്രഷർ അബൌവ് ഡാറ്റം ഇൻ ലെഫ്റ്റ് ലിംബ്, പ്രഷർ അബൌവ് ഡാറ്റം ഇൻ റൈറ്റ് ലിംബ്. സോ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് എ ആൻസർ. ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, യൂണിറ്റുകൾ കറക്റ്റ് ആയിരിക്കണം. യൂണിറ്റുകൾ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. സോ ഇതിന്റെ എക്സാമ്പിൾ പ്രോബ്ലംസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇത്. നോക്കുക, നമ്മൾ ചെയ്ത ടൈപ്പ് ഒരു പ്രോബ്ലം ആണ്. റൈറ്റ് ലിംബ് സെയിം പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ നമ്മൾ ആദ്യം ചിത്രം വരയ്ക്കണം. ആ ചിത്രം വരച്ചു കഴിഞ്ഞിട്ട് ഡാറ്റം അസ്യൂം ചെയ്യുക. സോ പ്രഷർ അബൌവ് ഡാറ്റം ഇൻ റൈറ്റ് ലിംബ്, പ്രഷർ അബൌവ് ഡാറ്റം ഇൻ ലെഫ്റ്റ് ലിംബ് ഇക്വേറ്റ് ചെയ്യുക. സോ അത് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു അൺനോൺ ഉണ്ടാവും, ആ അൺനോൺ നമ്മൾ കണ്ടുപിടിക്കും. ഇതാണ് ആ ടൈപ്പ് ഓഫ് പ്രോബ്ലം. സോ ഇവിടെ സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഇവിടെ നിങ്ങൾക്ക് കാണാം, isosceles triangular plate of base 3 meter and altitude 3 meter is immersed vertically. ഇതെവിടെയാണ്? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ്.
സോ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ജസ്റ്റ് 2 ഇക്വേഷനേ ഉള്ളൂ. 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുക അതിൽ. ഒന്ന് ടോട്ടൽ പ്രഷറും മറ്റേത് സെന്റർ ഓഫ് പ്രഷറും. സോ ടോട്ടൽ പ്രഷർ, സെന്റർ ഓഫ് പ്രഷർ, അത് ഓരോ കേസിനും ഇക്വേഷൻസ് ഉണ്ട്. അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഡെറിവേഷൻ പഠിച്ചിട്ടില്ലെങ്കിലും ഈ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. ഉണ്ടോ? ജസ്റ്റ് IG F is equal to rho G A H bar. റോ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ആണ്. G എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. A ഏരിയ, H ബാർ എന്ന് പറയുന്നത് അതിന്റെ സെന്ററോയിഡ്. സോ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് സെന്റർ ഓഫ് പ്രഷർ? IG by AH bar പ്ലസ് H bar. സോ ഇക്വേഷൻസ് ഓർക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. സോ ആ റിപ്പീറ്റേഷന്റെ പ്രത്യേകത നിങ്ങൾ നോക്കുക. 5 മാർക്ക് ക്വസ്റ്റ്യനിൽ, 6 മാർക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ട്രയാങ്കിളോ അല്ലെങ്കിൽ റെക്ടാങ്കിളോ ഇമേഴ്സ് ചെയ്യുന്ന ചോദിക്കാം. ഇനി നിങ്ങൾ പാർട്ട് സിയിലോട്ട് വരാം. പാർട്ട് സിയിലെ മേജർ ക്വസ്റ്റ്യൻസ് യൂഷ്വലി ഇവിടെ നോക്കുക. എ സബ്മറൈൻ മൂവ്സ് ഹൊറിസോണ്ടലി ഇൻ സി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട അതേ ഇക്വേഷൻസിനെ ചെറുതായിട്ട് ഒരു പുതിയ വാക്കുകളൊക്കെ കൂടി കൺഫ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. സോ ഇത് ജസ്റ്റ് ഒരു പീസോമീറ്റർ പ്രോബ്ലം ആണ്. ആ പീസോമീറ്റർ പ്രോബ്ലത്തിന് സബ്മറൈൻ എന്നൊക്കെ, സോറി പിറ്റോ ട്യൂബ് പ്രോബ്ലം ആണ്. അതിന് ജസ്റ്റ് സബ്മറൈൻ എന്നൊക്കെ വെച്ചിട്ട് കൺഫ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എന്നേ ഉള്ളൂ. ഇവിടെ പിറ്റോ ട്യൂബിന്റെ സാധാരണ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഞാൻ പറഞ്ഞു വന്നതല്ല, ഇവിടെ നമ്മുടെ സി പാർട്ടിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സിൽ നിന്ന് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സെന്റർ ഓഫ് പ്രഷർ അതുപോലെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. ഗേറ്റ് ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം വെർട്ടിക്കൽ സ്ലൂയിസ് ഗേറ്റ് 3 മീറ്റർ, അതുപോലെ റെക്ടാങ്കുലർ ഓപ്പണിംഗ് ഇൻ എ വെർട്ടിക്കൽ റിസർവോയർ, ഫൈൻഡ് ടോട്ടൽ പ്രഷർ ആൻഡ് സെന്റർ ഓഫ് പ്രഷർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അഗെയിൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ സ്ലൂയിസ് ഗേറ്റ് പിന്നെയും വരുന്നുണ്ട്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ഹൗ വാക്യൂം, അതല്ല എ കാഷ്യൻ ഫോർ ക്ലോസിംഗ് ദ എൻട്രൻസ് ഓഫ് എ ട്രൈഡോ. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈഡ്രോസ്റ്റാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ്. നമ്മൾ നേരത്തെ ജസ്റ്റ് റെക്ടാങ്കിൾ പ്ലെയിൻ സർഫസ് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഇമേഴ്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അതിന് പകരം അതൊരു ഗേറ്റ് ആണെങ്കിൽ, സ്ലൂയിസ് ഗേറ്റോ അല്ലെങ്കിൽ വെള്ളത്തിന് തഴഞ്ഞു വരുന്ന ഗേറ്റ് ആണെങ്കിൽ അതിന്റെ ടോട്ടൽ പ്രഷർ എത്രയായിരിക്കും, സെന്റർ ഓഫ് പ്രഷർ എത്രയായിരിക്കും, ഇത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ്. സോ പാർട്ട് സിയിൽ നമുക്കറിയാം 2 ഓപ്ഷൻസ് ഉണ്ടാവും, എയും ബിയും പാർട്ട് ഉണ്ടാവും. സോ അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സാധാരണഗതിയിൽ എഴുതിയാൽ മതി. അതിൽ ഒരു ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഈ പോർഷൻ ആണ്, ഹൈഡ്രോസ്റ്റാറ്റിക് പോർഷൻ ആണ്. അതിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു വാട്ടർ ടാങ്കിന്റെ ഒരു സൈഡിൽ ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്ക് റീസ്റ്റോർ ചെയ്യാൻ, സോ ഇവിടുന്ന് വാട്ടർ പ്രഷർ വരും, ആ വാട്ടർ പ്രഷറിന് റീസ്റ്റോർ ചെയ്യാൻ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ പ്രോബ്ലംസ് ആണ് മറ്റേത്. സോ ഒരു വെള്ളം ഒഴുകുന്ന ഒരു കനാലിൽ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. സോ ആ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് പ്ലെയിൻ സർഫസ് ആണ്. സോ വെർട്ടിക്കലി ഇമ്മേഴ്സ്ഡ് പ്ലെയിൻ സർഫസിന്റെ ടോട്ടൽ പ്രഷർ എന്താണ്, അതായത് എത്ര ഫോഴ്സ് ആണ് അതിൽ വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിന്റെ ടോട്ടൽ പ്രഷറിന്റെ ഇക്വേഷൻ അത്ര റോ ജി AH ബാർ കണ്ടുപിടിക്കുക. ഇനി ആ ഫോഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സെന്റർ ഓഫ് പ്രഷർ, IG by AH ബാർ പ്ലസ് H ബാർ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇത്. ജസ്റ്റ് വേർഡിങ്സിൽ വ്യത്യാസമുള്ളൂ, ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ആകുന്നതേ ഉള്ളൂ. സോ ഇക്വേഷൻസ് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യും. സോ പാർട്ട് സിയിലെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും മിക്കവാറും ഗതിയിൽ ചോദിക്കുക ഈ ഗേറ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. അപ്പുറത്തെ പാർട്ടിലോട്ട് വരാം. അപ്പുറത്തെ പാർട്ടിൽ യൂഷ്വലി ഫ്ലോ പാർട്ടിൽ നിന്നാണ് ചോദിക്കുക. ഫ്ലോ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെർണൗളിസ് ഇക്വേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബെർണൗളിസ് ഇക്വേഷൻസിന്റെ ആപ്ലിക്കേഷൻസ്. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയേ, ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് ഹാവിംഗ് ഡയമീറ്റേഴ്സ് 200 mm and 100 mm at sections 1 and 2 respectively. The rate of flow through the pipe is this one. Section 1 6 meter, section 2 4 meter. Pressure at section 1, find the intensity of pressure at section 2. സോ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താ പറയുന്ന, ഒരു പൈപ്പിൽ കൂടെ വെള്ളം ഫ്ലോ ചെയ്യുന്നു, 2 സെക്ഷൻ ഉണ്ട്, ഒന്ന് 200 ഒന്ന് 100. സോ 2 സെക്ഷൻ എടുക്കുക, ഇവിടെ 200 ഇവിടെ 100. സോ ബെർണൗളിസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വേണം? P1 V1 Z1, അതുപോലെ ഇവിടെ P2 V2 Z2. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഡയമീറ്റർ 2 സ്ഥലത്ത് തന്നിട്ടുണ്ട്. ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്
അതിന്റെ ഏരിയ കാണാം അല്ലെ. ഏരിയ അറിയെങ്കിൽ അതിന്റെ വെലോസിറ്റി കാണാം, Q by A അല്ലെ. ഇവിടെ റേറ്റ് ഓഫ് ഫ്ലോ തന്നിട്ടുണ്ട്, Q is equal to AB എന്ന് നിങ്ങൾക്ക് അറിയാം. സോ യു ക്യാൻ ഫൈൻഡ് വെലോസിറ്റി is equal to QA. സോ നിങ്ങൾക്ക് V1 കണ്ടുപിടിക്കാം, V2 കണ്ടുപിടിക്കാം. നമുക്കറിയാം ഡിസ്ചാർജ് രണ്ട് സെക്ഷനിലും സെയിം ആയിരിക്കും. സോ V1 V2 കിട്ടി. P1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, നോക്കിക്കേ, പ്രഷർ അറ്റ് സെക്ഷൻ 39.24 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ Z1 Z2. സോ നിങ്ങളൊരു ഡാറ്റ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, 6 മീറ്റർ അബവ് ദ ഡാറ്റം, സെക്ഷൻ 2 4 മീറ്റർ. സോ 6ഉം 4ഉം ആണ് Z1ഉം Z2. സോ Z1 Z2 കിട്ടി, V1 V2 കിട്ടി, P1 കിട്ടി. കണ്ടുപിടിക്കാൻ എന്തേ ഉള്ളൂ, P2 ഉള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാം, P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2. ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഇത് റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ പ്രോബ്ലം ഒക്കെ സെയിം ആണ്, നോക്കുക. രണ്ട് സെക്ഷൻ എടുക്കുന്നു, P1 by rho g, P2 by rho g, V2 square by 2g. രണ്ട് സ്ഥലത്ത് നോക്കുക. വാട്ട് എവർ ഈസ് മിസ്സിംഗ്, ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത് സെയിം ആണ്, P2 ആണ് മിസ്സിംഗ്. അതേ പ്രോബ്ലത്തിന് സിമിലർ പാറ്റേൺ ഉള്ള പ്രോബ്ലം ആണ്. സോ ആ സെക്ഷൻ വരയ്ക്കുക, സെക്ഷൻ 1ഉം സെക്ഷൻ 2 ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അവിടുത്തെ P1 ഏതാണ്, V1 ഏതാണ്, Z1 ഏതാണ്, ഇത് കണ്ടുപിടിക്കുക. ഏതാണ് മിസ്സിംഗ് ഉള്ളത് അത് ബെർണൗളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഇത് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റേറ്റീവ് ആണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ഉണ്ട്. നെക്സ്റ്റ്, diameter of changes, the diameter of pipe changes from 200 mm at a section 5 meters above datum, 50 mm at a section 3 meter above. Pressure ഒരു സെക്ഷനിൽ തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. Determine intensity of pressure at the second section. ഇവിടെ സെയിം ആണ്, P1 ഉണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ, P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ രണ്ടിന്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട്. രണ്ടിന്റെ ഡയമീറ്റർ കണ്ടാൽ രണ്ടിന്റെ ഏരിയ കണ്ടുപിടിക്കാം. നേരത്തെ ഡിസ്ചാർജ് വന്നതിന് പകരം ഇവിടെ ഒരു സെക്ഷനിലെ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം രണ്ട് സെക്ഷനിലെ ഡിസ്ചാർജ് സെയിം ആണ്, രണ്ട് സെക്ഷന്റെ ഏരിയ നിങ്ങൾക്കറിയാം. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്പുറത്തെ സെക്ഷന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. എന്ത് ഉപയോഗിച്ചിട്ട്, A1 V1 is equal to A2 V2 കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ആ പ്രോബ്ലംസിൽ കൂടെ പോയാൽ മതി. സോ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആർക്കായാലും, നിങ്ങൾ എത്ര പ്രോബ്ലം പഠിക്കാൻ വിഷമമുള്ളവരായാലും നിർബന്ധമായിട്ട്, നിങ്ങൾക്ക് ചിലപ്പം സ്ലൂയിസ് ഗേറ്റിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ സെന്റർ ഓഫ് പ്രഷർ പ്രോബ്ലംസ് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അവർ നിർബന്ധമായിട്ടും ഈ ബെർണൗളിസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അത് പറക്കി എഴുതുക, എന്നിട്ട് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, മിസ്സിംഗ് ആയിട്ടുള്ള ലിങ്ക് കണക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആ പ്രോബ്ലംസ് നിർബന്ധമായിട്ട് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിരിക്കുക. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരായാലും പഠിച്ചിരിക്കേണ്ട ഒരു പോർഷൻ ആണ് ബെർണൗളിസ് ഇക്വേഷന്റെ പ്രോബ്ലംസ്, ബെർണൗളിസ് ഇക്വേഷന്റെ അസംഷൻസ്. ഡെറിവേഷൻ എല്ലാവർക്കും പഠിക്കാൻ പറ്റണമെന്നില്ല. ഡെറിവേഷൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പഠിക്കാൻ പറ്റുന്നവർ നിർബന്ധമായിട്ടും പഠിക്കാം. ഡെറിവേഷൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ അസംഷൻസ് നിർബന്ധമായിട്ട് പഠിക്കും. ഇത് ഞാൻ തീരെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, എല്ലാവരുടെയും കാര്യമല്ല. അവരെ നിർബന്ധമായിട്ട് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു. ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ പ്രോബ്ലംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പഠിക്കുക, അതിന്റെ അസംഷൻസ് പഠിക്കുക. ബാക്കി എല്ലാവരും നിർബന്ധമായിട്ട് അതിന്റെ പ്രൂഫും കൂടെ പഠിക്കുക. സോ ബെർണൗളിസ് തിയറം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. അതിന്റെ അസംഷൻസ് ആയാലും ഡെറിവേഷൻ ആയാലും പ്രോബ്ലംസ് ആയാലും. സോ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം വരുന്നത്. നമ്മൾ പറഞ്ഞു പാർട്ട് സിയിൽ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് സാധാരണ വരിക. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ലൂയിസ് ഗേറ്റ് ഹൈഡ്രോസ്റ്റാറ്റിക്സിന്റെ പ്രോബ്ലംസ്. രണ്ടാമത് ഫ്ലോ ഓഫ് ലിക്വിഡിന്റെ പ്രോബ്ലംസ്. ഫ്ലോ ഓഫ് ലിക്വിഡിന്റെ പ്രോബ്ലംസിൽ ഒന്ന് നമ്മൾ ഈ പറഞ്ഞ ഡിസ്കസ് ചെയ്ത ബെർണൗളിസ് തിയറത്തിന്റെ പ്രോബ്ലംസ്. അടുത്ത ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് ആണ്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 ആപ്ലിക്കേഷൻ ആണ് ബെർണൗളിസ് ഇക്വേഷൻസ് ഉള്ളത്. ഒറിഫൈസ് മീറ്റർ, വെഞ്ചുറി മീറ്റർ, അതുപോലെ പിറ്റോട്ട് ട്യൂബ്. സോ ഇതിന്റെ മൂന്നിനും സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇപ്പൊ വെഞ്ചുറി മീറ്ററിനാണെങ്കിൽ ഞാൻ അവിടെ സമ്മറി ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് വെഞ്ചുറി മീറ്ററിന്റെ ഇക്വേഷൻസ്. തിയറട്ടിക്കൽ ഡിസ്ചാർജും ആക്ച്വൽ ഡിസ്ചാർജും. ഓക്കെ, തിയറട്ടിക്കൽ ഡിസ്ചാർജും ആക്ച്വൽ ഡിസ്ചാർജും വെഞ്ചുറി മീറ്ററിന്റെ, അതുപോലെ ഓറിഫൈസ് മീറ്ററിന്റെ തിയറട്ടിക്കൽ ഡിസ്ചാർജും ആക്ച്വൽ ഡിസ്ചാർജും, അതുപോലെ പിറ്റോട്ട് ട്യൂബിന്റെ വെലോസിറ്റി. പിറ്റോട്ട് ട്യൂബിൽ നമ്മൾ മെഷർ ചെയ്യുന്ന വെലോസിറ്റി ആണ്. സോ ആക്ച്വൽ വെലോസിറ്റിയും തിയറട്ടിക്കൽ വെലോസിറ്റി. സോ ഇതിന്റെ ഒക്കെ ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. സോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സബ്മെറൈൻ പ്രോബ്ലം പറഞ്ഞല്ലേ,
ആ സബ്മറൈൻ എന്നുള്ള വാക്ക് കേട്ട് നമ്മൾ ഞെട്ടേണ്ട കാര്യം വന്നിട്ട് ജസ്റ്റ് ഒരു പിട്ടോ ട്യൂബിന്റെ പ്രോബ്ലം ആണ്. സോ പിട്ടോ ട്യൂബിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇവിടെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ വെഞ്ചുറിമീറ്റർ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈ വെഞ്ചുറിമീറ്റർ అనేది പാർട്ട് ബിയിലും ചോദിച്ചിട്ടുള്ളതായിട്ട് നിങ്ങൾ കാണാം. ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ കണ്ടോ. സോ വെഞ്ചുറിമീറ്ററിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഒരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളത് ഏറ്റവും എളുപ്പത്തിൽ എന്ന് വെച്ചാൽ ഈ വെഞ്ചുറിമീറ്ററോ ഇക്വേഷൻ ഒക്കെ ഓർക്കാൻ വിഷമമുള്ളവർക്ക് സോൾവ് ചെയ്യാവുന്ന ടൈപ്പ് പ്രോബ്ലം ആണ് ഇത്. Water is flowing through a tapering pipe of diameter 100 mm and 150 mm respectively. Find the discharge through the pipe if the velocity of water flowing through the pipe at smaller diameter is 5 meter. കണ്ടോ, ഒരു ടാപ്പറിംഗ് പൈപ്പ് ആണ്. നേരത്തെ പറഞ്ഞ പോലത്തെ സാധനം. ഇവിടെ 100, ഇവിടെ 150. സോ രണ്ട് സെക്ഷൻ ഉണ്ട്. രണ്ട് സ്ഥലത്തിന് ഡയമീറ്റർ തന്നിട്ടുണ്ട്. സോ D1 നിങ്ങൾക്ക് അറിയാം, D2 നിങ്ങൾക്ക് അറിയാം. ഇനി സ്മോളർ സെക്ഷനിലെ വെലോസിറ്റി, സ്മോളർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഇത് ഇവിടുത്തെ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഇവിടുത്തെ വെലോസിറ്റി അറിയത്തില്ല. സോ രണ്ട് ഡയമീറ്റർ തന്നാൽ നിങ്ങൾക്ക് ഡയമീറ്റർ എന്ന് പറയുന്ന സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ, ഏരിയ കണ്ടുപിടിക്കാനാണ് അല്ലേ. സോ രണ്ട് സെക്ഷന്റെ ഏരിയ അറിയാം, ഒരു സെക്ഷന്റെ വെലോസിറ്റി അറിയാം, വേറൊരു സെക്ഷന്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം, കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ലെ. A1 V1 is equal to A2 V2. ജസ്റ്റ് സിമ്പിൾ ഇക്വേഷൻ ആണ്, ഏതാൾക്കും സോൾവ് ചെയ്യാവുന്ന ഇക്വേഷൻ ആണ് അല്ലെ. സോ ഏരിയ കിട്ടി, വെലോസിറ്റി കിട്ടി, ഇതിനകത്ത് V2 മാത്രം കണ്ടുപിടിക്കാം. സോ ഇങ്ങനത്തെ പ്രോബ്ലം ഞാൻ പറഞ്ഞതുപോലെ ഈ ഹൈഡ്രോസ്റ്റാറ്റിക്സോ അതുപോലെ നമ്മുടെ വെഞ്ചുറിമീറ്ററിന്റെ ഇക്വേഷൻ ഒക്കെ ഓർത്തിരിക്കുന്ന സോൾവ് ചെയ്യേണ്ട പ്രോബ്ലംസ് ഒക്കെ ബുദ്ധിമുട്ടായിട്ടുള്ളവർ നിർബന്ധമായിട്ടും ബെർണൗളിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസും കണ്ടിന്യൂറ്റി ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ പ്രോബ്ലംസും നോക്കുക. സോ ഇതാണ് ആ ടൈപ്പ് പ്രോബ്ലംസ്. സോ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം, ആർക്കും സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലം ആണ്. ഇവിടെ ചില സ്ഥലത്ത് ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. ഡെറിവേഷന്റെ മുകളിൽ നിങ്ങൾ അധികം സമയം മെനക്കെടുത്തിടുന്നില്ല, പഠിക്കേണ്ടവർക്ക് പഠിക്കാം. സോ വളരെ ബുദ്ധിമുട്ടുള്ളവർ ഡെറിവേഷൻ സ്കിപ്പ് ചെയ്ത് തിയറട്ടിക്കൽ പോർഷൻസിലും അതുപോലെ പ്രോബ്ലംസിലും കോൺസെൻട്രേറ്റ് ചെയ്യാം. പക്ഷെ ബെർണൗളിസ് തിയറത്തിന്റെ ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കുന്നതാണ് ഡെറിവേഷൻ, അതിന്റെ അസംഷൻസ്, പ്രോബ്ലംസ്. സോ ബെർണൗളിസ് തിയറം നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കും. നമ്മൾ പറഞ്ഞു വെഞ്ചുറിമീറ്ററിന്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇവിടെ സർക്കുലർ റോഡ് ഡയമീറ്റർ നമ്മൾ പറഞ്ഞ ഹൈഡ്രോസ്റ്റാറ്റിക്സിന്റെ പ്രോബ്ലം ആണ്. അടുത്തത് ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ വിത്ത് എ നീറ്റ് സ്കെച്ച് ഹൗ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്രഷർ ഈസ് മെഷേർഡ് ബൈ എ സിമ്പിൾ മാനോമീറ്റർ. ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറെ പ്രഷർ മെഷറിംഗ് ഡിവൈസസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ അതിന്റെ എക്സ്പ്ലെയിൻ ഹൗ യു മെഷർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ ഡെറിവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സോ അത് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ട് കൺഫ്യൂസ് ചെയ്ത് എങ്ങനെ മെഷർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എല്ലാത്തിന്റെയും മുന്നേ ഫോർ എക്സാമ്പിൾ ഇതൊരു യൂട്യൂബ് ഡിഫറൻസ് മാനോമീറ്റർ അല്ലേ. സോ അതിൽ പ്രഷർ എങ്ങനെയാ മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഡെറിവേഷൻ ആണ്. സോ പ്രഷർ ആ ചിത്രം വരയ്ക്കുക, അതിന്റെ ഡാറ്റം വരയ്ക്കുക, ഈ പാരാമീറ്റർ ഒക്കെ മാർക്ക് ചെയ്യുക. സോ പ്രഷർ അബൌട്ട് ഡാറ്റം ഇൻ ലെഫ്റ്റും പ്രഷർ അബൌട്ട് ഡാറ്റം ഇൻ റൈറ്റും രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക. സോ ഈ ഒരു പരിപാടിയാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എക്സ്പ്ലെയിൻ വിത്ത് നീറ്റ് സ്കെച്ച് ഹൗ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്രഷർ ഈസ് മെഷേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ചെറിയ ഡെറിവേഷൻ ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കേണ്ടത്. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തീരെ നിവൃത്തിയില്ലെങ്കിൽ ഡെറിവേഷൻസ് സ്കിപ്പ് ചെയ്യുക. പക്ഷെ അതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. സ്കിപ്പ് ചെയ്യാൻ പറയുന്നത് തീരെ പറ്റാത്തവർക്ക് മാത്രം. ഞാൻ പറഞ്ഞ ഫസ്റ്റ് മൊഡ്യൂൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. സോ ആ മൊഡ്യൂൾ പഠിക്കുമ്പോൾ നിങ്ങൾ വളരെ വിജിലന്റ് ആയിരിക്കണം. സോ എന്തൊക്കെ നിങ്ങൾ പഠിക്കണം, എന്തൊക്കെ സ്കിപ്പ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. നിങ്ങൾക്ക് ഏതാണ് പഠിക്കാൻ പറ്റുക. സോ ഏത് കേസ് ആയാലും നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല പഠിക്കാനെങ്കിലും എന്തൊക്കെ പഠിക്കണം, നിർബന്ധമായിട്ടും എല്ലാ തിയറട്ടിക്കൽ പോർഷനും പഠിക്കണം. ടൈപ്സ് ഓഫ് ഫ്ലോ, പ്രോപ്പർട്ടീസ്, എല്ലാത്തിന്റെയും ഡെഫിനിഷൻ നിങ്ങൾക്കറിയാം. പല ടൈപ്പ്, വെഞ്ചുറിമീറ്റർ എന്താണ്, പിട്ടോ ട്യൂബ് എന്താണ്, ഇതൊക്കെ എന്തിനാണ് മെഷർ ചെയ്യുക, അതിന്റെ ചിത്രങ്ങൾ. സോ ഹൈഡ്രോളിക്സിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തിരിക്കുക, ഏതെങ്കിലും ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചിത്രം വരയ്ക്കാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് ഡെറിവേഷൻ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോട്ടെ, ചിത്രം വരയ്ക്കാൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ചിത്രം വരച്ചിട്ട് അതിന്റെ ഇക്വേഷൻ എഴുതാൻ പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് മാർക്കെങ്കിലും കിട്ടും. സോ നിങ്ങൾക്ക് ഡെറിവേഷൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിത്രവും അതിന്റെ ഡെഫിനിഷനും പഠിച്ചു വെക്കും. സോ ചിത്രങ്ങൾ വൃത്തിയായിട്ട് വരയ്ക്കാനും അത് മാർക്ക് ചെയ്യാനും നിങ്ങൾ പഠിച്ചിരുന്നാൽ കുറച്ച് മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് തിയറട്ടിക്കൽ പോർഷൻ പഠിക്കുന്നത്. പിന്നെ
ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു ബെർണൗളിസ് ഇക്വേഷൻ ആണ്. ബെർണൗളിസ് ഇക്വേഷന്റെ പ്രോബ്ലം ആണ്, സിമ്പിൾ ആണ്, ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. 2 സെക്ഷൻസ് തന്നാൽ അതിൽ ഏതൊക്കെയാ തന്നിരിക്കുന്നതെന്ന് പറക്കി എഴുതുക. എന്നിട്ട് ബെർണൗളിസ് ഇക്വേഷൻ P1 by rho g plus V1 square by 2g plus Z1 is equal to P2 by rho g plus V2 square by 2g plus Z2. സോ അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ആയിരിക്കും, അത് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷന്റെ പ്രോബ്ലം A1 V1 is equal to A2 V2. ഇത് രണ്ടും ഈസിയാണ്. അത് എത്ര പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായാലും നിർബന്ധമായിട്ടും ഈ പ്രോബ്ലംസ് പഠിച്ചിരിക്കുക. അത് എപ്പോഴും ചോദിക്കണമെന്നില്ല, പക്ഷെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന. സോ ഇതിലും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക, ഹൈഡ്രോസ്റ്റാറ്റിക്സിന്റെ ഗേറ്റ് പ്രോബ്ലംസ് ഒക്കെ നോക്കുക. അത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ വെഞ്ചുറി മീറ്റർ, ഒറിഫൈസ് മീറ്റർ ആൻഡ് പിറ്റോട്ടോ, ഇതിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഞാൻ നിർബന്ധമായും പഠിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ പാസ്സാവാൻ മാത്രമായിട്ട് പരീക്ഷ എഴുതുന്നവർ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അല്ലാത്തവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്നതെന്ന്. സോ ജസ്റ്റ് നിങ്ങളൊന്ന് ഗൈഡ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ ഇത് വെച്ചിട്ട് ബാക്കി പോർഷൻസ് പഠിക്കുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞ ടൈപ്പ് പ്രോബ്ലംസ് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. You can easily solve these problems. So first module ഞാൻ പറഞ്ഞ പോലെ വാസ്റ്റ് മൊഡ്യൂൾ ആണ്. സോ ബി സെലക്റ്റീവ്. നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റുമോ എന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നുണ്ട്. അതുപോലെ എൻ്റെ വീഡിയോസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഇട്ടേക്കാം. അതുപോലെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ PDF-ന്റെ ലിങ്കും ഇട്ടേക്കാം. ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളൊന്ന് വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കി പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാംസ്. അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. സോ ടിൽ ദെൻ ബൈ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ, ഇത് ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത് പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആണ്. സോ പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആകുമ്പോൾ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് മറന്നു പോയാൽ ഹൈഡ്രോളിക്സ് തീർന്നു. നമ്മൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് പഠിക്കുകയാണെങ്കിൽ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന്റെ പ്രത്യേകത നമുക്ക് സ്റ്റെപ്സ് ആണുള്ളത്. ഇപ്പൊ ഒരു റിയാക്ഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ കുറെ സ്റ്റെപ്സാണ്. ആ സ്റ്റെപ്സ് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. പക്ഷെ ഹൈഡ്രോളിക്സിന്റെ പ്രത്യേകത എന്താ, ഓരോ പ്രോബ്ലവും ചെയ്യാൻ ഓരോ ഇക്വേഷൻ ആയിരിക്കും. ആ ഇക്വേഷൻ മറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇക്വേഷൻസ് വൃത്തിയായിട്ട് ഓർത്തിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ മൊഡ്യൂളിലെയും ഇക്വേഷൻസ് സെപ്പറേറ്റ് ഒരു ഷീറ്റിൽ എഴുതി വെക്കുക. ഇപ്പം ഓറിഫൈസ് മീറ്റർ ആണെങ്കിൽ ഓറിഫൈസ് മീറ്ററിന്റെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ ഇതാണ്, ആക്ച്വൽ ഡിസ്ചാർജ്, തിയറട്ടിക്കൽ ഡിസ്ചാർജ്. പിറ്റോ ട്യൂബിന്റെ വെലോസിറ്റിന്റെ ഇക്വേഷൻ ഇതാണ്. ഇങ്ങനെ ഓരോന്നും എഴുതി വെക്കുക. ഇങ്ങനെ ഓരോന്നും എഴുതി വെച്ചിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് പഠിക്കുക, പരീക്ഷയുടെ മുന്നേ ആക്കി. സോ ആ ഇക്വേഷൻസ് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടെല്ലാം സോൾവ് ചെയ്യാം. ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക, ആ ഇക്വേഷൻസിൽ ഓരോന്നും എങ്ങനെ എടുത്ത് ചെയ്യാന്ന് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഈ രീതിയിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക, ഹൈഡ്രോളിക്സ് പ്രത്യേകിച്ച്. സോ ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാ മൊഡ്യൂളിലും ഇക്വേഷൻസ് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.